24 ബിഗ് ബ്രേക്കിംഗ്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനുള്ള രണ്ടാം ഘട്ട കരട് പട്ടിക തയ്യാറായി. നോ ഗോ സോൺ പ്രദേശത്തെ കരട് പട്ടികയിൽ 81 കുടുംബങ്ങളുണ്ട്. 10 ദിവസത്തിനകം ആക്ഷേപങ്ങൾ ഉന്നയിക്കാം. അതിനിടെ പുനരധിവാസം വൈകുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് കുടിൽ കെട്ടി പ്രതിഷേധിക്കും. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലെയും വഴിയില്ലാത്ത പ്രദേശങ്ങളിലെയും ലിസ്റ്റ് കൂടി വേഗത്തിൽ പുറത്തുവിടണം എന്ന് ജനകീയ സമിതി ചെയർമാൻ മനോജ് JMJ ആവശ്യപ്പെട്ടു. ഇത് ഫേസ് 2 എ ലിസ്റ്റാണ് വന്നിട്ടുള്ളത്, അതായത് ആ മാർക്കിൻ്റെ അകത്തുള്ളത്. അതിനെ പരിശോധിക്കാൻ സമയം കിട്ടിയില്ല. ഇപ്പോൾ ഇന്നലെ രാത്രിയിലാണല്ലോ അത് വിട്ടിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് പരിശോധിക്കണം. ഏതായാലും നമ്മൾ സമരം പ്രഖ്യാപിച്ചതിന് ശേഷം ഈ ലിസ്റ്റെങ്കിലും വിട്ടതിൽ സന്തോഷമുണ്ട്, സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ നമുക്ക് വേണ്ടത് അടുത്ത ലിസ്റ്റാണ്. ഏറ്റവും ആശങ്കയുള്ള ആളുകൾ അവരാണ്. അതായത് വഴിയില്ലാത്തതും ഒറ്റപ്പെട്ട പ്രദേശങ്ങളും ഉണ്ടല്ലോ, ആ ലിസ്റ്റ് ഏറ്റവും പെട്ടെന്ന് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അതിലാണ് ആശങ്കയുള്ള ആളുകൾ നിരവധിയുള്ളത്. ഏതായാലും ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകുക തന്നെയാണ്. സുർജിത്ത് ഏപത്താണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തായാലും അവർ സമരത്തിലേക്ക് ഇറങ്ങുമ്പോഴാണെങ്കിലും ആ രണ്ടാം ഘട്ട പട്ടിക പുറത്തു വരുന്നത്, സമരത്തിലേക്ക് ഇറങ്ങാൻ തന്നെയാണ് തീരുമാനമെങ്കിലും അത് അവർക്കൊരു ശുഭവാർത്തയല്ലേ? അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ് സുർജിത്ത്? ഹാഷ്മി, ഈ രണ്ടാം ഘട്ട ലിസ്റ്റ് എന്ന് വരുമെന്ന് കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് ഒടുവിൽ അത് പുറത്ത് വിട്ടിരിക്കുന്നു. അങ്ങനെ 81 പേരുടെ ലിസ്റ്റാണ് പുറത്തു വിട്ടിട്ടുള്ളത്. ഇതിൽ വാർഡ് 10-ൽ 42, വാർഡ് 11-ൽ 29, വാർഡ് 12-ൽ 10, ഇങ്ങനെ 10 ഇത്രയും കുടുംബങ്ങളുടെ ലിസ്റ്റാണ് പുറത്തുവിട്ടുള്ളത്. നേരത്തെ ഈ നേരിട്ട് ദുരന്തം ബാധിച്ചവരുടെ 242 പേരുടെ ലിസ്റ്റാണ് പുറത്തുവിട്ടിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും 323 കുടുംബങ്ങളുടെ ലിസ്റ്റ് നിലവിൽ പ്രസിദ്ധീകരിച്ചു. ഇതിൽ 81 കുടുംബങ്ങളുടെ ഈ ലിസ്റ്റിൽ ആക്ഷേപം ഉന്നയിക്കാൻ 10 ദിവസം വരെ അവസരം ഒരുക്കിയിട്ടുണ്ട്. അടുത്ത മാസം 7-ാം തീയതി വരെയാണ് ഇതിന് അവസരം ഒരുക്കിയിട്ടുള്ളത്. 2 തരത്തിലുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്. നാളെ നേരത്തെ ഈ മനോജ് JMJ ചെയർമാനായിട്ടുള്ള ഈ വാർഡ് തല ആക്ഷൻ കമ്മിറ്റിയുടെ സമരം നാളെ കളക്ടറേറ്റ് വഴിക്കാണ്. പക്ഷേ ഇന്ന് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ സമരം അത് കുടിൽ കെട്ടിയുള്ള സമരമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ദുരന്തഭൂമിയിൽ അതിൻ്റെ ഭാരവാഹികൾ നസീർ ആലക്കൽ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. ഇതിൻ്റെ ഭാരവാഹികളാണിവർ. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് കൂടി ഇതുമായി ബന്ധപ്പെട്ട നിലപാട് പങ്കുവെക്കാൻ കഴിയും. എന്തായാലും സമര പശ്ചാത്തലത്തിൽ ഇപ്പോൾ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അല്ല, ഇത് ഇങ്ങനെ ഒരു ലിസ്റ്റ് പുറത്ത് വിടേണ്ടില്ലായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത്രയും പ്രയാസമുള്ളൊരു കാര്യമാണ്. നോക്കി നിങ്ങൾ, ആകെ വിട്ടത് 323 പേരുടെ ലിസ്റ്റാണ്. 323 പേര് എൻ്റെ നാട്ടിലതാ. ഇവരൊക്കെ ലിസ്റ്റിലില്ലാത്ത ആളുകളാണ്. മുഴുവൻ ആളുകളും, ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഈ ലിസ്റ്റായിരുന്നു ഞങ്ങൾ പ്രതീക്ഷ. ഞങ്ങളൊരു 500 ആളുടെയെങ്കിലും ലിസ്റ്റ് ഇപ്പോൾ ഈ ഫൈനൽ ഘട്ടത്തിൽ വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നേരെ തിരിച്ച് 81 ആളുകളുടെ ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. ഒരു വലിയ വേദന ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളെ 2 വിഭാഗമാക്കിയിട്ട് സർക്കാർ, എനിക്ക് തോന്നുന്നു, പുനരധിവാസത്തിനല്ല പ്രയോറിറ്റി കൊടുക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലെ റിസോർട്ടുകാരുടെ പുനരധിവാസത്തിന്, ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനല്ല പ്രയോറിറ്റി കൊടുക്കുന്നത്, റിസോർട്ടുകാരുടെ പുനരധിവാസത്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. മറ്റൊന്ന് സർക്കാർ ചെയ്യുന്നത്, ലിസ്റ്റിൽ എങ്ങനെ ആളുകളുടെ എണ്ണം കുറക്കാൻ പറ്റും, നമ്മുടെ സന്നദ്ധ സംഘടനകളോട് സർക്കാർ പറയുന്നു, നിങ്ങൾ 1011 വീടിൻ്റെയും പൈസ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിത ഫണ്ടിലേക്ക് അടക്കണം എന്ന് പറയുന്നു. എന്നിട്ട് ആ പണം വാങ്ങിച്ചെടുക്കുകയും ചെയ്യുക. ഞങ്ങൾക്ക് എങ്ങനെ ബോർഡുകളുടെ എണ്ണം കുറക്കാൻ പറ്റുമെന്ന് ശ്രമം നടത്തുകയും ചെയ്യുക. അപ്പോൾ ആ പണം മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിൽ ഉണ്ടാവുമല്ലോ. ഏത് വക മാറ്റി അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്ന രീതിയിൽ ചിലവഴിക്കാൻ കഴിയും. അപ്പോൾ 2 കാര്യത്തിലാണ് അവർ നമ്മൾ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനല്ല പരിഗണന നൽകുന്നത്, റിസോർട്ടുകാരുടെ പുനരധിവാസത്തിനാണ് പരിഗണന നൽകുന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് പുത്തുമലയിൽ ദുരന്തം ഉണ്ടായിട്ട് 4-5 വർഷമായി. ഇതുവരെ അവിടെ വൈദ്യുതി നൽകിയിട്ടില്ല. എന്നാൽ മുണ്ടക്കയിൽ ദുരന്തം ഉണ്ടായതാ ആഴ്ചകൾ കൊണ്ട് വൈദ്യുതി നൽകുന്നു, പാലത്തിനുള്ള എസ്റ്റിമേറ്റ് എടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പോൾ ദുരന്തബാധിതരെ എല്ലാം പരിഗണിക്കുന്നത് അവിടെ റിസോർട്ട് മാഫിയയാണെന്ന് ഉറപ്പാക്കാത്ത സംശയമില്ല. ഈ ലിസ്റ്റിൽ ഇപ്പോൾ നിങ്ങൾ പരിശോധിച്ചപ്പോൾ, ഈ രണ്ടാം ഘട്ട ലിസ്റ്റിൽ നിങ്ങൾ പരിശോധിച്ചപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ ആക്ഷേപം ഉന്നയിക്കാവുന്ന വിധത്തിലുള്ള വീടുകൾ ഏതെങ്കിലും ഉണ്ട്? വീടുകൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, വിജയന്, ഏറ്റവും അടുത്ത സുഹൃത്താണ്. അവൻ്റെ ലിസ്റ്റില്ല. അവൻ്റെ വിജയനും ഭാര്യയും മകനും ഉരുൾപൊട്ടലിൽ പോയതാണ്. ഒരു മകൾ മാത്രം ബാക്കിയുണ്ട്. അവൾ തൃശ്ശൂരാണ്, കല്യാണം കഴിച്ചു പോയതാണ്. പിന്നെ ഇതിൽ ഇവർ എല്ലാ കുടുംബത്തിലും ഒരാൾക്ക് ജോലി കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്തിൻ്റെ മോള് അവിടെ BSc നഴ്സാണ്. അവൾക്ക് ജോലി കൊടുത്തിട്ടില്ല. അവളുടെ വീടിൻ്റെ പേരും ലിസ്റ്റിലില്ല. ഈ വിജയൻ്റെ ജ്യേഷ്ഠനുണ്ട്, ബാലനുണ്ട്, അവരുടെ പേരില്ല. അവൻ്റെ ജ്യേഷ്ഠൻ ഭാസ്കരനുണ്ട്, അവരുടെ പേരും ലിസ്റ്റിലില്ല. എന്തായാലും ഈ പുറത്തു വന്ന ലിസ്റ്റിൽ വ്യാപകമായ രീതിയിലുള്ള പരാതി ഉന്നയിക്കുന്നുണ്ട് ഇവർ. സമരം തുടരുമെന്നുള്ളതാണ്. ഞങ്ങൾക്ക് ആ വീട് പൊട്ടിയ ഭാഗത്താണ് ഞങ്ങളെ വീടുണ്ട്, പക്ഷെ പോകാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് വീട് വേണം. എനിക്കും എൻ്റെ മക്കൾക്കും അവിടെ തന്നെ മക്കളെ വീടുണ്ടായതാണ്.
പോകാൻ പറ്റാത്ത അവസ്ഥ. പൊട്ടിയ ഭാഗത്ത് തന്നെ. ഇത് അവരടുത്ത് തന്നെയാണ് ചോദിച്ചത്. ഞങ്ങൾ എന്തായാലും ഇവർ ഉന്നയിക്കുന്ന കാര്യം ഈ ലിസ്റ്റിൽ അപാകതകൾ ഉണ്ട് എന്നുള്ളത് തന്നെ ഇവർ ചൂണ്ടിക്കാട്ടുന്നു. സ്വാഭാവികമായും ജനശബ്ദത്തിന്റെ സമരമാണ് നടക്കാൻ പോകുന്നത്. അത് അല്പസമയത്തിനകം തന്നെ ഈ ചൂരൽമല മുണ്ടക്കൈ പ്രദേശം കേന്ദ്രീകരിച്ച് കുടിൽക്കട്ടൽ സമരമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ സമരത്തിലേക്ക് ജനശബ്ദം പോവുകയാണ്. നാളെ ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ സമരം കൂടി കളക്ടറേറ്റ് പടിക്കൽ ഉപവാസം എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. എന്തായാലും സമരം തുടരുമെന്നുള്ളത് തന്നെയാണ്. നിരവധി ആവശ്യങ്ങൾ, ഇത് മാത്രമല്ല നിരവധി ആവശ്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട്. ആ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ തീർപ്പുണ്ടാകണമെന്നുള്ളതാണ് സമരസമിതികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. സുജിത്ത് അയ്യപ്പത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും അവർ സമരത്തിലേക്ക് പോവാണ്. സമരത്തിലേക്ക് പോകാൻ പാടില്ലായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടവരാണ്. അവരെ സമരത്തിലേക്ക് ഇറക്കി വിടാൻ പാടില്ലായിരുന്നു. എന്തായാലും രണ്ടാം ഘട്ട കരട് പട്ടിക കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അവർ അതിലും തൃപ്തരല്ല.